ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ CD ഡീലക്സ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്ലഗിനകത്ത് കറണ്ട് വന്നില്ല, പവർ സപ്ലൈ കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററി ഇതുമ്പോൾ ഇരുന്നിരുന്ന ബാറ്ററി ഫുള്ള് ഡെഡാണ്, അതായത് ഒട്ടും പവറില്ല, പോയ ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു ബാറ്ററി ചാർജ് ചെയ്തിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബാറ്ററി കണക്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ബാറ്ററിയിലേക്ക് ത്രൂ ഔട്ട് കറക്റ്റ് ചാർജ് കയറുന്നില്ല. അതായത് വണ്ടിമേന്ന് ബാറ്ററിയിലേക്ക് കയറുന്ന ചാർജിൻ്റെ ആ അളവ് ഒരുപാട് വേരിയേഷൻ ഉണ്ട്, വളരെ മൈന്യൂട്ടായിട്ട് കയറാം. അപ്പോൾ നമ്മളതിൻ്റെ റെക്ടിഫയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കുന്ന സമയത്ത് നമുക്കതിന് ബാക്കിലേക്ക് പോകുന്ന സപ്ലൈ ഉണ്ടല്ലോ, ഇതിവിടെ വന്നിട്ട് ഇതിൻ്റെ ഫുള്ള് വയറുകൾ മൊത്തം ഉരുകി പിടിച്ചിരിക്കുകയാണ് ബാക്കിലേക്ക് ആ റെക്ടിഫയർ യൂണിറ്റിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന കേസിൽ സാധാരണ സംഭവിക്കാറ് ഒന്ന് CD യൂണിറ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും. പിന്നീട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫയർ, ഈ പറഞ്ഞ റെക്ടിഫയറും ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചാർജിങ്ങിൻ്റെ കേസ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ചാർജിങ് ബാറ്ററിയിലേക്ക് ശരിക്കും 14.5 വോൾട്ട് വരെ വരണം സ്റ്റാർട്ടിങ്ങിൽ. ഫുൾ ചാർജ് ബാറ്ററി വെച്ചിട്ട് നമ്മൾ വണ്ടിമേന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് 14.5 വോൾട്ട് കാണിക്കണം, 14.5 അത്രയും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെക്ടിഫയർ യൂണിറ്റ് മാറ്റി വയ്ക്കേണ്ടി വരും. CD യൂണിറ്റ് പിന്നെ പ്രശ്നം കാണിക്കണില്ല, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ CD യൂണിറ്റ് കംപ്ലയിൻറ്റ് കാണിക്കില്ല. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഫ്യൂസ് നിൽക്കില്ല, ഫ്യൂസ് പെട്ടെന്ന് പോകാറുണ്ട്. അപ്പോൾ അത്രയാണ് കേസ്. അപ്പോൾ നിലവിൽ ബാറ്ററി നമുക്ക് എന്തെങ്കിലും മാറ്റി വയ്ക്കേണ്ടി വരും. റെക്ടിഫയർ യൂണിറ്റിൻ്റെ കേസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഒരു പക്ഷേ അതുകൂടി മാറ്റേണ്ടി വന്നേക്കൂട്ടോ. അപ്പോൾ ഞാനത് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് ബാറ്ററിയും ഇപ്പോൾ റെക്ടിഫയർ കൂടി വരാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എത്ര കോസ്റ്റ് വരുന്നുള്ള ദിവസം നോക്കി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് കാരണം അതാണ്. ഓക്കെ.